നമസ്കാരം സുഹൃത്തുക്കളെ, ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 മാർച്ചിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം എടുത്ത 2 ചരിത്രപരമായ തീരുമാനങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയുടെ സ്വന്തം സ്റ്റെൽത്ത് കോമ്പാറ്റ് ഡ്രോണായ ഘാതക് പ്രോഗ്രാമിന് ലഭിച്ച കൂറ്റൻ അനുമതിയും ഇതിന് കരുത്തേകുന്ന കാവേരി എഞ്ചിന്റെ ഉയർത്തെഴുന്നേൽപ്പും. ഇതിനോടൊപ്പം 110 കിലോ ന്യൂട്ടൺ കരുത്തുള്ള ഇന്ത്യയുടെ അടുത്ത തലമുറ ജെറ്റ് എഞ്ചിൻ പ്രൊജക്ടിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വിഷ്വൽസ് ഇല്ലസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉള്ളതാണ്. കഴിഞ്ഞ മാർച്ച് 27-ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തു. ഇന്ത്യൻ വ്യോമസേനയ്ക്കായിട്ട് 4 സ്ക്വാഡ്രൻ ഘാതക് UCVകൾ വാങ്ങാനുള്ള അനുമതി, അതായത് ആക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി അവർ നൽകി. ഒരു സ്ക്വാഡ്രനിൽ ഏകദേശം 15 മുതൽ 20 വരെ ഡ്രോണുകൾ ഉണ്ടാവും. അതായത് ആകെ 60 മുതൽ 80 വരെ ഘാതക് ഡ്രോണുകൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാകും. ഇതിനായിട്ട് ഏകദേശം 30,000 കോടിയിലധികം രൂപയുടെ വമ്പൻ പാക്കേജിനാണ് സർക്കാർ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. വർഷങ്ങളായിട്ട് നമ്മുടെ DRDO ഒരു ബ്ലാക്ക് പ്രൊജക്റ്റായിട്ട് രഹസ്യമായിട്ട് വികസിപ്പിച്ചുകൊണ്ടിരുന്ന ഔറ ഓട്ടോണോമസ് അൺമാൻഡ് റിസർച്ച് എയർക്രാഫ്റ്റ് എന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ ഘാതക് ആയിട്ട് യാഥാർത്ഥ്യമാകാനായിട്ട് പോകുന്നത്. ഘാതക് എന്ന് പറയുന്നത് വെറും ഒരു നിരീക്ഷണ ഡ്രോൺ അല്ല, ഇതൊരു അത്യാധുനിക സ്റ്റെൽത്ത് അൺമാൻഡ് കോമ്പാറ്റ് ഏരിയൽ വെഹിക്കിളാണ്. അതായത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു UCAV ആണ് എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈയിങ് വിങ് രൂപകൽപ്പനയാണ് ഇതിനുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ B-2 ബോംബറിനെയൊക്കെ പോലെ. അതായത് ഇതിന് സാധാരണ വിമാനങ്ങളെ പോലെ വാലോ അല്ലെങ്കിൽ മറ്റു പുറം ഭാഗങ്ങളോ ഇല്ല. പൂർണ്ണമായും കാർബൺ കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ ഡിസൈൻ ശത്രുക്കളുടെ റഡാറുകളിൽ ഇതിനെ അദൃശ്യമാക്കും. ഇതിൻ്റെ ആയുധശേഷിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 15 ടണ്ണിൽ താഴെ ഭാരമുള്ള ഈ ഡ്രോണിന് 1000 കിലോയിലധികം ആയുധങ്ങൾ വഹിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഇൻറ്റേർണൽ വെപ്പൺ ബേ ആണ്. ആയുധങ്ങൾ പുറത്ത് തൂക്കിയിടാതെ ഡ്രോണിനുള്ളിൽ സൂക്ഷിക്കുന്നതിനാൽ ഇതിൻ്റെ സ്റ്റെൽത്ത് സ്വഭാവം നഷ്ടപ്പെടുന്നില്ല. കൃത്യതയോടെ ആക്രമിക്കാൻ കഴിയുന്ന ഗ്ലൈഡ് ബോംബുകൾ, ആൻറ്റിഷിപ്പ് മിസൈലുകൾ എന്നിവ ഇതിൽ സജ്ജീകരിക്കുകയും ചെയ്യും. ഏകദേശം 30,000 അടി ഉയരത്തിൽ വരെ പറക്കാൻ കഴിയുന്ന ഘാതക്കിന് 500 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 930 മുതൽ 1000 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ കോമ്പാറ്റ് റേഡിയസ്. അതായത് ശത്രു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് വളരെ ഉള്ളിൽ ചെന്ന് ആക്രമണം നടത്താനായിട്ട് ഇതിന് സാധിക്കും. 2022-ലും 2023-ലും കർണാടകയിലെ ചിത്രദുർഗയിൽ DRDO വിജയകരമായി പരീക്ഷിച്ച സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെൽത്ത് വിങ് ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡ് എന്ന ചെറിയ പ്രോട്ടോടൈപ്പിൻ്റെ വൻ വിജയമാണ് ഇപ്പോൾ പൂർണ്ണ വലിപ്പമുള്ള ഘാതക് നിർമ്മിക്കാനായിട്ട് സർക്കാരിന് ധൈര്യം നൽകിയത്. ഘാതക് ഡ്രോൺ എത്ര മികച്ചതാണെങ്കിലും അതിന് ജീവൻ വെക്കണമെങ്കിൽ ശക്തമായ ഒരു എഞ്ചിൻ വേണം. ഇവിടെയാണ് ഇന്ത്യയുടെ അഭിമാനമായ കാവേരി എഞ്ചിൻ രംഗത്ത് വരുന്നത്. ഒരു കാലത്ത് തേജസ് വിമാനങ്ങൾക്കായിട്ട് വികസിപ്പിച്ച് വേണ്ടത്ര ത്രസ്റ്റ് കിട്ടാത്തതിനാൽ പരാജയപ്പെട്ടത് മുദ്രകുത്തപ്പെട്ട പ്രൊജക്റ്റായിരുന്നു കാവേരി. എന്നാൽ DRDOയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് തോറ്റ് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവർ ആ എഞ്ചിനിൽ മാറ്റങ്ങൾ വരുത്തി ഘാതക് ഡ്രോണുകൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു ഡ്രൈ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ വികസിപ്പിച്ചെടുത്തു. എന്താണ് ഡ്രൈ എഞ്ചിൻ? ഫൈറ്റർ ജെറ്റുകൾക്ക് ശബ്ദാതിവേഗത്തിൽ പറക്കാനായിട്ട് ആഫ്റ്റർ ബേണർ എന്നൊരു സംവിധാനം ആവശ്യമാണ്. എന്നാൽ ഘാതക് പോലെ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന ഡ്രോണുകൾക്ക് മാക് 0.9, അതായത് ശബ്ദത്തെക്കാളും അല്പം കുറഞ്ഞ വേഗത മതിയാവും. ആഫ്റ്റർ ബേണർ ഒഴിവാക്കിയ കാവേരി എഞ്ചിനെയാണ് ഡ്രൈ കാവേരി എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ബേണർ ഇല്ലാത്തത് കൊണ്ട് എഞ്ചിൻ ഇന്ധനം വളരെ കുറച്ചേ ഉപയോഗിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡ്രോണിന് കൂടുതൽ സമയം ആകാശത്ത് പറക്കാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ പുറന്തള്ളുന്ന ചൂടും, അതായത് ഇതിൻ്റെ ഇൻഫ്രാറെഡ് സിഗ്നേച്ചറും ശബ്ദവും ഒക്കെ വളരെ കുറവായതുകൊണ്ട് ശത്രുക്കൾക്ക് ഇതിനെ കണ്ടെത്തുക ഏറെക്കുറെ അസാധ്യമാകുകയും ചെയ്യും. ഈ എഞ്ചിൻ 49 മുതൽ 51 കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കും. പിന്നെ വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് എഞ്ചിൻ ഗവേഷണ ഘട്ടം കഴിഞ്ഞ് വ്യാവസായിക നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഭാവിയിലുള്ള കാവേരി എഞ്ചിനുകൾ പൂർണ്ണമായിട്ടും അസംബിൾ ചെയ്ത് നൽകാനുള്ള ചുമതല ഇപ്പോൾ GTRE പ്രശസ്ത സ്വകാര്യ കമ്പനിയായിട്ടുള്ള ഗോദ്രേജ് ആൻഡ് ബോയ്സിന് നൽകിയിരിക്കുകയാണ്.
വൻതോതിൽ ഡ്രോണുകൾ ആവശ്യമുള്ളതുകൊണ്ട്, അതായത് 60 മുതൽ 80 യൂണിറ്റുകൾ വരെ ഉടനെ ആവശ്യമുള്ളതുകൊണ്ട് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി അതിവേഗം എഞ്ചിനുകൾ നിർമ്മിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ ട്വിൻ സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഗോദ്രേജ് ഇത് നിർമ്മിക്കുന്നത്. ഈ എഞ്ചിന്റെ അന്തിമ ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിശോധനകൾ റഷ്യയിലെ IL-76 വിമാനങ്ങളിൽ ഉടൻ നടക്കാനും പോവുകയാണ്. ഇനി ഈ ഡ്രോണുകൾ യുദ്ധക്കളത്തിൽ എങ്ങനെയാണ് വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നത് എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. സീഡ് ആൻഡ് ഡീഡ് മിഷനുകൾ, അതായത് സപ്രഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ശത്രു രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാറുകളും മിസൈൽ ബാറ്ററികളും എല്ലാം തകർക്കുക എന്നതാണ് ഘാതകിൻ്റെ പ്രധാന ലക്ഷ്യം. നമ്മുടെ പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതെ ഘാതക് ശത്രുപാളയത്തിൽ കടന്നു ചെന്ന് ഈ ലക്ഷ്യങ്ങൾ ആദ്യം തകർക്കും. പിന്നെ മാൻഡ് അൺമാൻഡ് ടീമിംഗ്, MUMT എന്ന് പറയും. ഭാവിയിലെ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു പ്രധാന തന്ത്രമാണ് ഇത്. തേജസ് മാർക്ക് 2, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, സുഖോയ് 30 MK തുടങ്ങിയ യുദ്ധവിമാനങ്ങളിലെ പൈലറ്റുമാർക്ക് ഈ ഡ്രോണുകളെ വായുവിൽ വെച്ച് തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോയൽ വിങ്മാൻ കോൺസെപ്റ്റിൽ. ശത്രുക്കളുടെ വെടിയുണ്ടകളോ മിസൈലുകളോ ഒക്കെ വേണ്ടി വന്നാൽ ഏറ്റുവാങ്ങാനും അഡ്വാൻസ്ഡ് ആയിട്ട് പോയി വിവരങ്ങൾ ശേഖരിക്കാനും ഘാതക് ഇവരെ സഹായിക്കും. മൂന്നാമത്തെ ഫംഗ്ഷനാണ് സ്വാം ഡ്രോൺ ആക്രമണം, അതായത് കൂട്ടമായി നടത്തുന്ന ആക്രമണം. അതിനും ഘാതകിന് സാധിക്കും. ചൈനയോ പാകിസ്ഥാനോ പോലെയുള്ള ശത്രുക്കളുടെ റഡാറുകളെ ഒരേ സമയം ആശയക്കുഴപ്പത്തിലാക്കാനും ഇതിലൂടെ നമുക്ക് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു വലിയ വാർത്തയാണ്, കാവേരി എഞ്ചിന്റെ വിജയം നൽകിയ ആത്മവിശ്വാസത്തിൽ ഇന്ത്യ ഇപ്പോൾ തങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. 2026 മാർച്ച് 27-ന് DRDO തങ്ങളുടെ വലിയ പ്രഖ്യാപനം നടത്തി. 110 കിലോ ന്യൂട്ടൺ കരുത്തുള്ള ഹൈ ത്രസ്റ്റ് എഞ്ചിൻ നിർമ്മിക്കാനുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അവർ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കി. നമ്മുടെ വരാനിരിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനമായ ആംകയ്ക്കും തേജസ് മാർക്ക് 2-നും ഉപയോഗിക്കാൻ പോകുന്ന ഈ ഭീമൻ എഞ്ചിൻ പ്രൊജക്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമുണ്ട്. ഇത് പൂർണ്ണമായും ഇന്ത്യ തനിയെ നിർമ്മിക്കുന്നതാണോ അതോ വിദേശ സഹായമുണ്ടോ എന്ന്. ഉത്തരം വളരെ ലളിതമാണ്. ഇതിൻ്റെ സാങ്കേതികവിദ്യ വികസിപ്പിക്കാനായിട്ട് വിദേശ സഹായം ഉണ്ട്. എന്നാൽ ഇതിൻ്റെ നിർമ്മാണം സമ്പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെയായിരിക്കും. ഇതൊരു മാസ്റ്റർ സ്ട്രോക്കാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു 110 കിലോ ന്യൂട്ടൺ എഞ്ചിൻ നിർമ്മിക്കുക എന്നുള്ളത് ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. അതിന് അത്യുഗ്രൻ ചൂട് താങ്ങാൻ കഴിയുന്ന ഹോട്ട് എഞ്ചിൻ കോറ്, സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് തുടങ്ങിയ അതീവ രഹസ്യമായ സാങ്കേതിക വിദ്യകൾ ആവശ്യമാണ്. ദശാബ്ദങ്ങളായിട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ നമുക്ക് നിഷേധിച്ച ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കാനായിട്ട് ഇന്ത്യ ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായിട്ട് കൈകോർക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ എഞ്ചിൻ്റെ 100% ടെക്നോളജി ട്രാൻസ്ഫർ നൽകാനായിട്ട് ഫ്രാൻസ് സമ്മതിച്ചിട്ടുണ്ട്. അതായത് ഇനി ഒരു രഹസ്യവും അവർ നമ്മളിൽ നിന്നും ഒളിപ്പിച്ചു വയ്ക്കില്ല. സാങ്കേതികവിദ്യ ഫ്രാൻസ് തരുമെന്നുണ്ടെങ്കിലും എഞ്ചിനുകൾ നിർമ്മിച്ച് നൽകാൻ ഫ്രാൻസിനെ ആശ്രയിക്കാനായിട്ട് ഇന്ത്യ തയ്യാറല്ല. അവിടെയാണ് മാർച്ച് 27-ലെ EOIയുടെ പ്രാധാന്യം. ഇന്ത്യയിൽ വെച്ച് ഈ എഞ്ചിനുകൾ നിർമ്മിക്കാൻ പബ്ലിക് പ്രൈവറ്റ് കമ്പനികളെ DRDO ക്ഷണിച്ചിരിക്കുകയാണ്. EOI പുറത്തിറക്കി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ്, ഗോദ്രേജ് എയ്റോസ്പേസ്, ലാൻസൺ ആൻഡ് ടൂബ്രോ തുടങ്ങിയ അതികായകന്മാർ ബിഡ് നൽകി കഴിഞ്ഞു. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എഞ്ചിൻ്റെ ബൗദ്ധിക സ്വത്തവകാശം അഥവാ IPR പൂർണ്ണമായിട്ടും ഇന്ത്യ ഗവൺമെൻറ്റിനായിരിക്കും. അതായത് ഭാവിയിൽ ഈ എഞ്ചിനുകൾ മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഫ്രാൻസിൻ്റെ സമ്മതം നമുക്ക് ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ചില പ്രേക്ഷകരുടെ മനസ്സിൽ ന്യായമായിട്ടൊരു ചോദ്യം വരും. 110 കിലോ ന്യൂട്ടൺ എഞ്ചിൻ പൂർണ്ണമായിട്ടും നിർമ്മിക്കുന്നത് ടാറ്റയോ L&Tയോ പോലെയുള്ള ഇന്ത്യൻ കമ്പനികളാണെങ്കിൽ പിന്നെ എന്തിനാണ് സാഫ്രാൻ ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് കോടികൾ മുടക്കി ഫാക്ടറികൾ തുടങ്ങുന്നത് എന്ന്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ഇൻഡിഗോ, എയർ ഇന്ത്യ തുടങ്ങിയ പാസഞ്ചർ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത് സാഫ്രാൻ്റെ എഞ്ചിനുകളാണ്. ഇതിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണികൾക്കായിട്ട്, അതായത് MRO, മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവറോളിംഗ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാക്ടറി അവർ ഹൈദരാബാദിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇതുകൊണ്ട് നമ്മുടെ 110 കിലോ ന്യൂട്ടൺ എഞ്ചിൻ എന്താണ് ലാഭം എന്നുള്ള ചോദ്യം പിന്നീട് വരും. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ആംക യുദ്ധവിമാനങ്ങൾക്കുള്ള എഞ്ചിൻ്റെ വമ്പൻ നിർമ്മാണത്തിലേക്ക് ഇന്ത്യൻ കമ്പനികൾ കടക്കുമ്പോൾ അവർക്ക് ആവശ്യമായ ചെറിയ എഞ്ചിൻ പാർട്സുകളും ടെസ്റ്റിംഗ് സൗകര്യങ്ങളും പരിചയസമ്പന്നരായ എഞ്ചിനീയർമാരെയും നൽകാനായിട്ട്
ഇന്ത്യയിൽ തന്നെയുള്ള ഈ സാഫ്രാൻ കമ്പനികൾക്ക് സാധിക്കും. അതായത് ഭാവിയിൽ ഇന്ത്യയിൽ തന്നെ ലോകോത്തര നിലവാരമുള്ള ഒരു എയറോസ്പേസ് ഇക്കോസിസ്റ്റം കെട്ടിപ്പടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. സുഹൃത്തുക്കളെ, 2030 ഘാതക് UCV ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുമ്പോൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ തന്നെ വലിയൊരു ഗെയിം ചേഞ്ചറായിട്ട് മാറാൻ പോവുകയാണ്. കൂടാതെ പുതിയ 110 കിലോ ന്യൂട്ടൺ എഞ്ചിൻ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അമേരിക്കയ്ക്കും ഫ്രാൻസിനും റഷ്യയ്ക്കും ബ്രിട്ടനും ശേഷം ലോകത്തിലെ ഏറ്റവും മികച്ച ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും തലയുയർത്തി നിൽക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. കൂടുതൽ ഡിഫൻസ് അപ്ഡേറ്റുകൾക്കും അനലിറ്റിക്കൽ വീഡിയോകൾക്കുമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.